Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shikascafe. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മഷ്റൂം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക. പൊറാട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും നാനിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പനീർ മഷ്റൂം മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പനീർ നമുക്കൊന്ന് മസാല തേച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും പിന്നെ പനീറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാല ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മസാലയിലേക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല പനീറിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പനീർ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഈ പനീർ കഷ്ണങ്ങൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു പാക്കറ്റ് മഷ്റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം ഉണ്ടാവും ഏകദേശം. ഓരോ മഷ്റൂമും 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ മഷ്റൂമും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഈ മഷ്റൂം നമുക്കൊന്ന് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഈ മഷ്റൂമിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് മഷ്റൂം കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ പനീറും മഷ്റൂമും ഇതേപോലെ മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഷ്റൂമും പനീറൊക്കെ ഇതേപോലെ മസാല തേച്ച് വെക്കുന്നത്. മഷ്റൂം നമുക്കൊരു 5 മിനിറ്റ് മസാല പിടിക്കാൻ മാറ്റി വെക്കാം. ഞാൻ ഈ മസാലയിലേക്ക് വേണ്ടിയിട്ട് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാതും ഒന്ന് അരിഞ്ഞെടുക്കുക. നമുക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ചാണ് നമ്മൾ സവാള എടുക്കേണ്ടത്. ഞാനിതിപ്പോൾ ഒരു 5 പേർക്ക് കഴിക്കാനുള്ള അളവിലേക്കാണ് സവാള എടുത്തിട്ടുള്ളത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും ഓയിലൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരണം. സവാള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പനീർ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറും ഓയിലൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഫ്രൈ ചെയ്യരുത്, അപ്പോൾ പനീർ കഷ്ണങ്ങളൊക്കെ ഹാർഡായി പോകും. ഇപ്പോൾ പനീർ കഷ്ണങ്ങളൊക്കെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഓയിലിൽ നിന്ന് നമുക്ക് പനീർ കഷ്ണങ്ങൾ കോരി മാറ്റാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മഷ്റൂമിനൊന്നും അധികം വേവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും.
സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് ഈ കറിക്ക് നല്ല തിക്നെസ്സും ടേസ്റ്റും തരുന്നതാണ്. കാഷ്യൂനട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വറുത്ത കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അധികം പുളി ഇല്ലാത്തതാണ് എടുക്കേണ്ടത്. ഈ കറിക്ക് ഒരുപാട് പുളി പാടില്ല. അപ്പോൾ 2 തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വരണം. തക്കാളി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മഷ്റൂം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. മഷ്റൂമിൽ ധാരാളം അയണും അതേപോലെ വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വിളർച്ചക്കുറവുള്ളവർക്കൊക്കെ മഷ്റൂം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മഷ്റൂം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരണം, എന്നാലേ നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ മസാല ചൂടാറിയ ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ഏലക്കായ, 1 പീസ് പട്ട, 2 ഗ്രാമ്പൂ, 1 ബേ ലീഫ് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സ്പൈസസ് ഈ ബട്ടറിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂണ് ഗരം മസാല. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയും ഈ ഉള്ളിയും തക്കാളിയും പേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇപ്പോൾ മസാലപ്പൊടികളും അരച്ച് ചേർത്ത പേസ്റ്റൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഒലിവയില ഉണക്കി പൊടിച്ചതാണ്. അത് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. കസൂരി മേത്തി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഈ ഗ്രേവിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ചെറിയ ജീരകത്തിൻ്റെയും ഗരം മസാലേൻ്റെയും ഫ്ലേവർ കുറവാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ കഷ്ണങ്ങളും മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാതും കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ മസാല പനീറിലും മഷ്റൂമിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റും കൂടി നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇത് നല്ല തിക്ക് ഗ്രേവിയോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂണ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്രീമും ഗ്രേവിയൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്.
പിന്നെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ കാശ്മീരി മുളക് പൊടിയാണ് ഈ ഗ്രേവിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം എരിവുണ്ടാവില്ല. ഈ കറി കുറച്ച് എരിവോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബട്ടർ പനീർ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു കറിയാണ്. നമുക്ക് പൊറാട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതുപോലെ പനീർ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കാൽസ്യം പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പനീറിൽ. അതുപോലെ മഷ്റൂം ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. മഷ്റൂമിൽ ധാരാളം അയണും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഷ്റൂമും പനീറും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മഷ്റൂം മസാലയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്